അതെ, നമസ്കാരം. നമ്മൾ മൂലമറ്റത്തെ ഒരു അടിപൊളി കാഴ്ച കാണിക്കാൻ വേണ്ടി വന്നേക്കാം കേട്ടോ. ഒരു മല മുഴുവൻ ഇതുപോലെ സ്റ്റെപ്പുകൾ പണിത് വെച്ചേക്കുന്ന ഒരു അപൂർവ കാഴ്ച. ഒരു പക്ഷേ കേരളത്തിൽ വേറെ എങ്ങും കാണിയല്ല. ഏകദേശം 500 സ്റ്റെപ്പുകൾ ഉണ്ട് കേട്ടോ. ഒരു മല മൊത്തം ഇതുപോലെ കയറി തീർക്കാൻ വേണ്ടി സ്റ്റെപ്പുകൾ പണിത് വെച്ചേക്കുന്ന. അപ്പം നമ്മുടെ മൂലമറ്റത്തെ KIC ബോർഡിൻ്റെ ക്വാർട്ടേഴ്സിലോട്ട് പോകാനുള്ള ഒരു വഴിയാണ് കേട്ടോ. പണ്ട് കാലത്തെ ആൾക്കാർക്ക് സഞ്ചരിക്കാൻ വേണ്ടി പണിത് വെച്ചേക്കുന്ന സ്റ്റെപ്പുകളാണ്. ഏകദേശം 500ഓളം നടകളുണ്ട് കേട്ടോ. കുത്തനെയുള്ള കയറ്റം. ഇത് കയറി തീരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ മലയുടെ മുകളിലെത്തും. അപ്പം ഇന്ന് നമ്മൾ പോകുന്ന ഈ സ്റ്റെപ്പ് മുഴുവൻ കയറി എത്ര സ്റ്റെപ്പ് ഉണ്ടെന്നൊക്കെ ഒന്ന് എണ്ണി നോക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സ്റ്റെപ്പ് കയറാൻ ഉള്ള യാത്രയാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അതെ, നമ്മൾ നട എണ്ണി തുടങ്ങുക കേട്ടോ. ഇവിടുന്ന് തുടങ്ങുക. ഇവിടുന്നാണ് ഒന്നാമത്തെ നട. ഇവിടുന്ന് തുടങ്ങുന്നത്. ഇവിടുന്ന് നമ്മൾ എണ്ണി തുടങ്ങുക. എത്ര നടയാണെന്ന് നമുക്ക് എണ്ണി നോക്കാം. വാ. 1 2 3 4 5 6 6 7 8 9 10 11 12 13 14 15 16. അപ്പോൾ നമ്മൾ 192 എണ്ണം വരെ എണ്ണി. ആപ്പീസ് കൂട്ടിയിട്ടോ. അതുകൊണ്ട് കുത്ത് അതെവിടെ നമ്മൾ കയറി വന്നത് ഉണ്ടോ. താഴെ വണ്ടിയൊക്കെ പോകുന്നതാണ്. ഇനി ഇവിടുന്ന് ഇങ്ങനെ കിടക്കുക കേട്ടോ. ഇനിയും കിടക്കുക. 192 എണ്ണം വരെ എണ്ണി. ഇനി എത്ര എണ്ണാണ്ട്? 1000 എണ്ണം കയറുമോ? അപ്പോൾ നമ്മളിനി വീണ്ടും കയറാൻ പോകട്ടോ. അമ്മ 222 കേട്ടോ. അതെടുത്ത് 305 306 307 308 309 110 11 12 13 14 15. അയ്യോ, ഇത് കുറേയുണ്ട് കേട്ടോ. 16 17 18 19 20 21 22 23 24 25 26 27 28 29 30. എത്രയാ? 330 സ്റ്റെപ്പായി കേട്ടോ. ഉണ്ടോ? നമ്മളോട് സ്റ്റെപ്പ് എണ്ണാൻ വന്നവനാ. പഠിപ്പുമ്പോഴേയും കയറി. അയ്യോ, ഇപ്പോൾ എത്രയായി? 330. അടുത്ത് വീണ്ടും തുടങ്ങാം. 11 32 33 34 35 36 37 38 39 40 41 42 43 44 45 46 47 48. അയ്യോ, ഇത് റിസ്ക് ഒക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെയാണ് ഇത് നടക്കാൻ പറ്റിയ സ്ഥലം കേട്ടോ. രാവിലെ വ്യായാമം. ഈ സ്റ്റെപ്പ് മുഴുവൻ കയറി ഇറങ്ങുന്ന ഒരുപാട് ആളുകൾ ഇങ്ങനെ ഈ സ്റ്റെപ്പ് എന്നും രാവിലെ കയറി ഇറങ്ങും. സ്റ്റെപ്പൊക്കെ എണ്ണി പോവാട്ടോ നമ്മളെ കൂടെ. അപ്പം വ്യായാമമൊക്കെ ചെയ്യേണ്ടതൊക്കെ നല്ലൊരു പരിപാടിയാണ്. എന്നും രാവിലെ എണീറ്റിട്ട് ഈ സ്റ്റെപ്പ് മുഴുവൻ കയറി ഇറങ്ങും. ഒരുപാട് ആളുകൾ അങ്ങനെ കയറി ഇറങ്ങുന്നുണ്ട് കേട്ടോ. നല്ലൊരു എക്സസൈസാണ് കാലിനൊക്കെ കേട്ടോ. ഇപ്പം നമ്മൾ ഏകദേശം 400 സ്റ്റെപ്പ് ആകാറാകുന്നു കേട്ടോ. പഴയ കാലത്തുള്ള സ്റ്റെപ്പാട്ടോ. ഇപ്പോൾ ആളുകൾ അങ്ങനെ അധികം യൂസ് ചെയ്യുന്നില്ല. 205 206 207 208 209 210 11 12 13 14 15 16 17 18 19 20 21 22 23 അങ്ങനെ 236 നട നമ്മൾ കയറി തീർത്തു കേട്ടോ. കണ്ടോ, ഇവിടുന്ന് നമ്മൾ കയറി വന്നത് ഇതേ മലയുടെ ഏകദേശം പകുതിയായിട്ടുണ്ട്. അമ്മോ, ഇനി ഇവിടുന്ന് ഇനി ബാക്കി നടയുണ്ട്. ഇപ്പം ഈ കുറേ നടകൾ ഇങ്ങനെ കയറി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇടയ്ക്കൂടെ ഇങ്ങനെ റോഡുണ്ട് കേട്ടോ. ഓരോ കോട്ടേഴ്സിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള റോഡാണ്. വണ്ടിയിലൊക്കെ പോകേണ്ടവർക്ക് ഈ വഴിയെ പോകാം. നടന്നു കയറണമെന്നുള്ളവർക്ക് അതിലിങ്ങനെ നടന്നു കയറാം. ഇനി ഇവിടുന്ന് ബാക്കി
ഇതേ കിടക്കുക. ഇപ്പം 236 നട നമ്മൾ കയറിയേക്കുന്നത്. നമ്മൾ 236 നട കയറി. ഇനി ബാക്കി നട ഇങ്ങനെ കയറുക. എൻ്റെ പൊന്നോ. ഇപ്പം എത്രയായി? 36, 37, 38, 39, 40, 41, 42, 43, 44, 244 സ്റ്റെപ്പായി. ഇനി ഇത് ഇങ്ങനെ കിടക്കോട്ടെ മുകളിലോട്ട്. ഏകദേശം 490ഓളം നടകൾ, 500-അടുത്ത് നടകളുണ്ട്. ഇത് ഫുള്ള് കയറണം. ഇത് ഇനി ഇവിടുന്ന് ഇങ്ങനെ മൊത്തം കുത്ത് കയറ്റുക. ഇതിങ്ങനെ കയറി തീർക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു ടാസ്ക് ആട്ടോ. അങ്ങനെ 260 കേട്ടോ. 61, 62, 63, 64, 65, 66, 67, 68, 69, 70, 71, 72, 73, 74, 75, 76, 77, 78. 278 സ്റ്റെപ്പ്. മുഴുവൻ ഇങ്ങനെ നട പണിത് വെച്ചേക്കുവാണ്. KC ബോർഡിൻ്റെ കോട്ടേഴ്സാണ്. അപ്പോൾ അവിടത്തേക്ക് ആൾക്കാർക്ക് പോകാൻ വേണ്ടി പണിത് വെച്ചേക്കുന്നത് നടയാണ്. വണ്ടിയൊക്കെ കുറവുള്ളപ്പോൾ വണ്ടി ഇല്ലാത്തവർക്ക് പെട്ടെന്ന് എളുപ്പത്തിൽ നടന്നിറങ്ങാനുള്ള സ്റ്റെപ്പ്. അതേ നമ്മുടെ നട ഏകദേശം തീരാൻ പോകും കേട്ടോ. 393 വരെ എണ്ണിയ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇത്രയും നടകൂടെയുണ്ട്. ഇതോടെ കയറിയാൽ നമ്മുടെ പരിപാടി തീരും. ഇത്രയും നട കയറണമെന്നുണ്ടെങ്കിൽ നല്ല പണിയാണ് കേട്ടോ. ഇത് ഇത്രയും നട കയറി തീരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ മല മൊത്തം കയറി തീരും. നമ്മൾ ഒരു മലയുടെ മുകളിലോട്ടുള്ള നടയത് കാണുമ്പോൾ നിസ്സാരമാണേലും ഒരു മലയുടെ നല്ല മുകളിലെത്തും. അപ്പം അങ്ങനെ നമ്മളിതേ തീരാൻ പോണു. 8-10 നടകൂടെ ഉള്ളൂ. അതോടെ കയറിയാൽ നമ്മളെ പരിപാടി തീരും. ഇതിങ്ങനെ ഒറ്റ ലെയറായിട്ടില്ല കേട്ടോ, ഘട്ടം ഘട്ടമായിട്ടാണ്. 2 സൈഡിലോട്ടായിട്ട്. അമ്മ അങ്ങനെ നമ്മൾ പുള്ളി എണ്ണി പുള്ളിക്ക് തന്നെ അങ്ങനെ നമ്മൾ തീർന്നു കേട്ടോ. അവസാനത്തെ ലെയർ നട. ഓരോ സ്റ്റെപ്പിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഇടയ്ക്കൂടെ ഇങ്ങനെ റോഡുണ്ട്. വണ്ടിയിലൊക്കെ പോകേണ്ടവർക്കുള്ള റോഡ് ഇങ്ങനെയുണ്ട്. അപ്പോൾ ആ റോഡ് ക്രോസ് ചെയ്ത് വേണം അടുത്ത ലെയർ നടയിലോട്ട് കയറാൻ. അങ്ങനെ നമ്മൾ നട ഫുള്ള് എണ്ണി തീർത്തു. ഇടയ്ക്കോടെ ഇങ്ങനെ റോഡുകളുണ്ട്. വണ്ടിയിലൊക്കെ പോകുന്നവർക്ക് ആ റോഡ് വഴി പോവാം. അപ്പോൾ ഇതാ തീരാൻ പോണു. അയ്യോ, ഇവിടെ വരെ എത്തിയാൽ ഇനി ഇവിടം കൊണ്ട് നട തീരുവാണ്. അമ്മോ, വരുമ്പോഴേക്കും കയറും. അങ്ങനെ നമ്മൾ നടയുടെ മുകളിലെത്തി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മിഷൻ സക്സസ് ആയി. എത്ര നടയാണ്? 495. 495 നട മൊത്തം നമ്മൾ കയറി ഇറങ്ങിയിട്ടോ. കണ്ടോ? ഇനി ഇത് മൊത്തം തിരിച്ചിറങ്ങണം. കയറാൻ വലിയ പാടില്ല, എന്നാൽ അതിൻ്റെ ഇരട്ടി പാടാട്ടോ ഇനി തിരിച്ചിറങ്ങുമ്പോൾ. അപ്പം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കൊക്കെ ചെയ്യട്ടോ. ഇതോടുകൂടി നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി നമുക്ക് മൊത്തം ഈ നട മൊത്തം തിരിച്ചിറങ്ങണം. അപ്പം തിരിച്ചിറങ്ങിയിട്ട് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അപ്പം എങ്ങനെയാ, നമ്മൾ തിരിച്ചിറങ്ങണോ? കയറിയ പോലെ എളുപ്പമാകുമോ തിരിച്ചിറങ്ങാൻ? പുള്ളിക്ക് ഒരു കുഴപ്പമില്ല, പുള്ളി കൂളായിട്ട് കയറി പോകുന്നു. നമ്മളെ കാര്യം കഷ്ടം. ഇതും കയറിയപ്പോൾ തന്നെ നമ്മുടെ ആപ്പീസ് കൂട്ടി. അപ്പം നമുക്കിനി തിരിച്ചിറങ്ങാനുള്ള വഴി നോക്കാം.